ഇതിലെന്താ അറിയണു സുധി, നിങ്ങളിങ്ങനെ ക്ലീവേജ് കാണിക്കാത്ത സത്യമായിട്ട് ഞങ്ങൾ പബ്ലിക് കാണിക്കണ്ട്. ഇവള് ഈ ആകെ ഇച്ചിരിക്കോളൊരു സാമാനം ഇവിടെ നിന്നും അവിടെ നിന്നും തള്ളി തുറപ്പിച്ച് വെച്ച് സബ്സ്ക്രിപ്ഷൻ കാണിച്ച് തുള്ളിച്ചാടി നടന്നതിന് ദൈവം തന്ന ശിഷ്യ. ഹലോ ഫാമിലി, ഞാനുണ്ടല്ലോ എൻ്റെ വീഡിയോസിൽ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാറുണ്ട്. ഞാനതൊരു റിയാക്ഷൻ ചാനൽ ആയതുകൊണ്ടല്ല. ഞാൻ എപ്പോഴും എൻ്റെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടും കണ്ടിരിക്കുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് പറയത്തില്ലേ, ഓ എന്തിൻ്റെ ഇതാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ചിന്തിക്കുന്ന രീതികൾ. ഇപ്പൊ നിങ്ങളൊക്കെ ഈ വലിയ വലിയ സെലിബ്രിറ്റിയുടെ ന്യൂസുകളും കാണുമ്പോൾ നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് തോന്നുന്ന ഡൗട്ടുകൾ, അതാണ് ഞാൻ സാധാരണ രീതിയിൽ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല. നമ്മുടെ വീടുകളിൽ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ ചോറ് തിന്നണ മനുഷ്യന് തോന്നുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇതുവരെ ഈ രേണു സുധി എന്ന് പറഞ്ഞ സാധനം ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാൻ ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങൾ. ഒന്ന്, എന്തെങ്കിലും ചെയ്യട്ടെ ഒരു വൃത്തികെട്ട സ്ത്രീ, ഇങ്ങനെ തോന്നും. അപ്പോൾ പിറ്റേ ദിവസം തോന്നും ഇവരെങ്ങനെ. പിന്നെ നമ്മൾ ചിന്തിക്കും നിയമത്തിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാണിക്കാം, അവരുടെ ശരീരം അവർക്ക് എന്ത് വേണേലും ചെയ്യാം, അങ്ങനെ ചിന്തിക്കും. പിന്നെ ചിന്തിക്കുമ്പോൾ വിചാരിക്കും അവര് മക്കളെ നോക്കാനായിട്ട് ഇപ്പോൾ വേശ്യാവൃത്തി ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്. അവർക്ക് ആ ജോലി എടുക്കാനേ താല്പര്യമുള്ളൂ, അല്ല വീട്ടുപണി എടുക്കാനോ വല്ലവരെ മുറ്റോടിച്ചിട്ട് പൈസ ഉണ്ടാക്കാനോ താല്പര്യമില്ല. അവർക്ക് അവരുടെ ശരീരത്തിനാണ് അതിനേക്കാളും വില കൂട്ടണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ ഡാൻസ് കളിച്ച് ഇത് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, അതായത് ഈ ബാറുകളിലൊക്കെ. അതെല്ലാം അവരവരുടെ കാര്യങ്ങൾ, ഇതിനൊക്കെ എന്തിനാ പ്രതികരിക്കണം, അവരവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ അതങ്ങോട്ട് മിണ്ടത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നലെ മുതൽ വീണ്ടും കിച്ചു എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ, അവൻ എന്തുകൊണ്ട് കാണാൻ പോകുന്നില്ല, അവനെക്കുറിച്ച് ഒരു വ്യക്തി റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ അവൻ കുറച്ച് സ്ക്രീൻഷോട്ടുകളും, അവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഒരിക്കലും, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്, സ്വന്തം അമ്മയ്ക്ക് പകരമാവത്തില്ല പൊറ്റമ്മ, സ്വന്തം മകന് പകരമാവത്തില്ല ഈ പറഞ്ഞവരെ നമ്മളുടെ വളർത്തുപുത്രനും പുത്രിമാരും. ഓക്കെ, അപ്പൊ അവൻ എന്തുകൊണ്ട് ആ വ്യക്തിയെ വെറുക്കുന്നു എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് ഭയങ്കര ജെന്യൂനായിട്ട് തോന്നി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രേണു സുധിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കൺട്രോൾ പോയി. ഞാനിപ്പോ ഈ കിച്ചുവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇടാം, കിച്ചുവിന്റെ പേജിലുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ഒന്ന് പോയി കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ഭാഗങ്ങളെ കുട്ടി പറഞ്ഞിട്ടുള്ളൂ, അതിനെ കുറിച്ച് പോയിട്ടുണ്ട്. രണ്ടാമത്തത് രേണു സുധിയുടെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ ആഡ് ചെയ്യാം, നിങ്ങൾ അതൊന്ന് കണ്ടോളൂ. അത് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അതിങ്ങനെ കട്ട് ചെയ്ത് അവരുടെ പേജിൽ തന്നെ ഉണ്ട്, അത് ഫുള്ളായിട്ട് ഇടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് അത്യാവശ്യം എല്ലാവരും കണ്ടു കഴിഞ്ഞു. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. നമുക്ക് സാധാരണ പബ്ലിക് ഇതെല്ലാം ഡെയിലി ഇങ്ങനെ കണ്ട് ഇരിക്കുന്നവർക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് കണ്ടിട്ട് പോയോ. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. അയച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന ഇതിലെന്താ അറിയണു സുധി, നിങ്ങളിങ്ങനെ ക്ലീവേജ് കാണിക്കാത്ത ക്ലീവേജ് ഇപ്പൊ എന്താ കാണിക്കാത്തെ? ക്യാൻസർ പേഷ്യന്റ് ആയതുകൊണ്ടാണോ കാണിക്കാത്തെ? അപ്പൊ ഇപ്പൊ നിയമത്തിന് ക്യാൻസർ പേഷ്യന്റിന് ക്ലീവേജ് കാണിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇപ്പൊ എന്താ നിങ്ങൾ ഇതൊന്നും കാണിക്കാത്തെ? സത്യമായിട്ട് ഞങ്ങൾ പബ്ലിക് കാണിക്കണ്ട്. ഇവള് ഈ ആകെ ഇച്ചിരിക്കോളൊരു സാമാനം ഇവിടെ നിന്നും അവിടെ നിന്നും തള്ളി തുറപ്പിച്ച് വെച്ച് സബ്സ്ക്രിപ്ഷൻ കാണിച്ച് തുള്ളിച്ചാടി നടന്നതിന് ദൈവം തന്ന ശിക്ഷയെന്ന് പറയാത്ത പബ്ലിക് ഒന്നും ഉണ്ടാവില്ല. പബ്ലിക്കിൽ വന്നാരും പറയുന്നില്ലെന്നുള്ളൂ. ഇത് വിഷമമാകുന്ന ക്യാൻസർ പേഷ്യന്റിന് വിഷമമാകും. ഞാൻ അവരോട് സോറി ചോദിച്ചിട്ടാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ വീട്ടിലിരുന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണുന്ന ഓരോ വീട്ടമ്മമാരും പറയുന്നുണ്ടാവും, നിനക്ക് ആ തുറപ്പിച്ച് കാണിച്ചതിന് തന്നെ കിട്ടിയതാന്ന് പറയാത്തവര് വളരെ ചുരുക്കമായിരിക്കും. പബ്ലിക്കിൽ വന്ന് ചിലവർ തിരിച്ചു പറയണ്ടാവും. പിന്നെ ഈ ക്യാൻസർ പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ഏത് സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ക്യാൻസർ പേഷ്യൻസിന് തന്നെ അപമാനമായിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സത്യം പറ, നിങ്ങൾ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണോ ചെയ്യുന്നത്? ക്യാൻസർ പേഷ്യൻസ് അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്നല്ല. ഇവര് ഓരോരോ കണ്ടന്റുകൾ ഓരോ ദിവസം ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവര് കൈകൂപ്പി പറയും കിച്ചു എന്നെ വെറുതെ വിടുന്നു, ഇവര് എന്നെയല്ലേ ചൊറിഞ്ഞത് ആദ്യം ആ കൊച്ചിനെ പോയിട്ട്,
ഇവർ പറഞ്ഞു എന്നെ കാണാൻ വന്നില്ല, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ, ഞാൻ എന്റെ റിതപ്പന് വേണ്ടി ഇത്രയും കാലം ഞങ്ങൾ റിതപ്പന്റെ കാര്യം കേട്ടിട്ടില്ല. ആ കൊച്ചിന് നിങ്ങൾ വരുമ്പോ ഓടി എവിടെയെങ്കിലും ഗൾഫിലൊക്കെ പോയി ഒന്ന് ഓടി വരുന്ന പിള്ളേരെ കണ്ടു. നിങ്ങളെ വരുമ്പോ ഒരു മൈൻഡ് ചെയ്യാതെ കൊച്ചുങ്ങളെ റിതപ്പനെ വരെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ ഈ പബ്ലിക് ഇത് കണ്ട് മടുത്തിട്ടായി പറയുന്നത്. ഈ സാമാനം ഇങ്ങനെ തുറിച്ച് തള്ളി കഷ്ടപ്പെട്ട് ഇവിടെ നിന്നൊക്കെ ഇത്തിരിക്കോളുള്ള സാധനം വല്ലതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തു? ഇത് മുഴുവൻ തള്ളിക്കൂട്ടി വെച്ചപ്പോ നിങ്ങൾ എന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നത്. വിൽപ്പന ചരക്കാകുന്ന നമ്മളെ ഈ ബൈബിളിലൊക്കെ പറയും, നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ, ബൈബിളിൽ പറയും നിന്റെ കണ്ണാണ് നിനക്ക് തെറ്റ് ചെയ്യുന്നെങ്കിൽ ആ കണ്ണ് ചുഴിന്ന് കളയും എന്ന് പറയും. നിന്റെ കൈയാണ് നിനക്ക് തെറ്റ് ചെയ്യുന്ന ആ കൈ വെട്ടിക്കളയാൻ പറയും. നിന്റെ മുലയാണ് നിനക്ക് തെറ്റ് ചെയ്തെങ്കിൽ ആ മുല നീ വെട്ടിക്കളയാത്തോണ്ട് പല കാര്യത്തിനും ദൈവം ശിക്ഷ വിധിച്ചു എന്നേ കരുതത്തുള്ളൂ. ഇത് പറയുന്ന ക്രൂരമാണെന്ന് അറിയാം. അതേസമയം ഈ ഓരോ രോഗങ്ങൾ വരുമ്പോഴും ഒരു തിരിച്ചറിവുണ്ടാവും, നമുക്കൊരു മാറ്റം ഉണ്ടാവും. നിനക്ക് എന്ത് മാറ്റം വന്നിരിക്കുന്നേ? ഈ നാവ് എന്ന് പറയുന്ന സാധനം ഒന്ന് അടങ്ങണുണ്ടോ? ഒരടക്കവും ഇല്ല. നല്ല നല്ല കാര്യങ്ങൾ പറയൂ. നിങ്ങൾ ആ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയത്ത് കുറെ ഭക്തിഗാനങ്ങളൊക്കെ പാടി അതും പറഞ്ഞ് ലിപ്സ്റ്റിക് ഇടുന്നതിനോ മേക്കപ്പ് ഇടുന്നതിനോ ഒന്നും ഞാനെതിരൊന്നുമല്ല. നന്നായിട്ട് ഒരുങ്ങി ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ അത്രയും കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾ നാവൊന്നും അടക്ക്. നിങ്ങൾ സ്ത്രീയെ ഇതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഇതൊന്നും കാണിക്കണ്ടേ? ക്യാൻസർ വന്ന പേഷ്യൻസിന് എന്താ ഇതൊന്നും കാണിക്കാൻ പാടില്ലേ? എന്തേ സബ്സ്ക്രിപ്ഷനിൽ ഇപ്പൊ ഇത് കാണിച്ച് വീഡിയോ ഇടാത്തെ? ക്യാൻസർ വന്നാൽ ഇത് കാണിക്കാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും നിയമം പറയും? നിങ്ങൾ വലിയ നിയമം ഇതാക്കണ്ടായിരുന്നല്ലോ. നിയമം പറയുന്നുണ്ടോ ഇത് തെറ്റാണെന്ന്? നിയമം ഉള്ളതുകൊണ്ടാണല്ലോ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മുല കാണിക്കാനും വട കാണിക്കാനുള്ളതല്ല. നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ വീഡിയോ ഇടാത്തത്? ക്യാൻസർ പേഷ്യൻസ് ഇതൊന്നും കാണിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? ഉണ്ടോ? അപ്പൊ ആ കുട്ടി പറഞ്ഞതിനും ഈ നാട്ടുകാർ നിങ്ങളെ ചൊറിയുന്നതിനും ഒരു ഇതിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഈ ക്യാൻസർ പേഷ്യന്റേതായ ഒരു ലക്ഷണവും കാണണേ ഇല്ല. മനസ്സിലായി? ഇടക്കിടക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് കാണിക്കണവരെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സത്യമായിട്ടുള്ള ഒരു പബ്ലിക് എന്നുള്ള വ്യൂ പോയിന്റാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം കൊച്ചുണ്ടാക്കുമ്പോഴേക്കും അപ്പൊ തന്നെ തള്ളി അയ്യോ അതോ 10 കുറവ് അപ്പൊ തന്നെ സ്ഥിതി ആശുപത്രിയിലാണ്. അത് കൃത്യമായിട്ട് ചാനലുകാർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് അപ്പൊ തന്നെ ഇത് പുള്ളിക്കാരി ഹോസ്പിറ്റലായ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ കുറച്ച് ചാനലുകാരുണ്ട്, കറക്റ്റായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ ഈ സംസാരിക്കുന്നത് പല ആളുകളും സ്ത്രീയെ നിങ്ങളെ കുറിച്ച് വീടുകളിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഇല്ലേ? പല ആൾക്കാരും പറയാനല്ലേ ഇവള് എന്തായിരുന്നു ഇവക്ക് ഇത്ര കിടന്ന് ചാട്ടം, അവളുടെ ശരീരം പ്രദർശിപ്പിക്കും, ആ ശരീരത്തിന് പണി കിട്ടിയില്ലെന്ന് പറയാത്തവർ ആരും ഉണ്ടാവില്ല. മനസ്സിലായി? അതേസമയം എത്രയോ നല്ല ആളുകൾക്ക് ഈ രോഗം വന്നിട്ട് എനിക്ക് തോന്നണം ഈ രോഗം എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കും ഉണ്ടാവാം ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഞാനാണെങ്കിലും എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും ഞാൻ എവിടെയെങ്കിലും മാറാനുണ്ടോ, ഞാൻ എവിടെയെങ്കിലും ശ്രദ്ധിക്കാനുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ എന്റെ എന്തെങ്കിലും തിരുത്താനുണ്ടോ, ദൈവം എനിക്കൊരു ചാൻസ് തരുവാണെങ്കിൽ ഞാൻ തിരുത്തി ജീവിക്കും എന്നൊക്കെ ഒരു പ്രോമിസ് ചെയ്യുന്ന ഒരു തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അതങ്ങനെയല്ലേ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയോട്ടെ ഭീഷണിപ്പെടുത്തുന്നു. ഒരു കുട്ടിനെ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ കൊള്ളാലോ. നിങ്ങൾ ഈ ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള എത്രയോ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെന്നറിയോ? അവരെ ജേണി പറയുന്നു, അവര് കോൺഫിഡന്റ് ആവുന്ന കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടുന്നു. അവർക്ക് വരെ നിങ്ങൾ നാണക്കേടാ. ഇപ്പോ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതുവരെ ഒരു കമന്റ് കൊണ്ട് പോലും ഒരു ഇതാക്കാത്തതാണ്. കാരണം ഇത് ഞാൻ സംസാരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഈ സാധാരണക്കാരെ വീടുകളിൽ ഉള്ളിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. പലരും ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ട് ഈ സ്ത്രീ എന്ത് പണിയെടുത്തായിക്കോട്ടെ അവരെ മക്കളെ നോക്കട്ടെ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങളെ വിട്ടുകളഞ്ഞ കാര്യമാണ്. പക്ഷെ നിങ്ങളെ നാവുണ്ടല്ലോ, നിങ്ങൾ ഈ ഛർദിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, നിങ്ങൾ കാണിച്ചു കൂട്ടിയതില്ലേ? അവിടെ നെഞ്ചത്തിട്ട് അടിക്കാൻ വയ്യ, അതിന് വയ്യ, ഇതിന് നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെന്നാ പറയുന്നത്? വല്ലോടത്ത് അടങ്ങി ഒതുങ്ങി നിങ്ങൾ കിടക്ക്. നിങ്ങൾ വീഡിയോ ഇടുന്നുണ്ടോ? വീഡിയോ ഇടൂ. മോട്ടിവേഷൻസ് ആയിട്ടുള്ള ക്യാൻസർ വന്ന ആൾക്കാരെല്ലാവരും മിക്കവാറും സോഷ്യൽ മീഡിയയിലുള്ളവര് നമുക്ക് മോട്ടിവേഷൻ തരുന്ന രീതിയിലാണ്. കാരണം ഇന്ന് ക്യാൻസർ എന്ന് പറഞ്ഞ പനി വന്നവരെല്ലാവർക്കും ഉണ്ട്. മനസ്സിലായോ? എല്ലാവർക്കും ഉണ്ട്, എല്ലാ രീതിയിലുണ്ട്. അപ്പൊ എല്ലാവരും സാധാരണ രീതിയിൽ അവർക്കൊരു ചേഞ്ചസ് വരും, ഒരു റീതിങ്ക് വരും. ദൈവം തമ്പുരാൻ എനിക്ക് ഈ രോഗം തന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് ഒരു റിക്കവറി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയായിരിക്കും, ഒരു മാറ്റം ഉണ്ടാവും. മനസ്സിലായി? ഈ മാറ്റം ഞാൻ വിചാരിച്ച ആ പള്ളിയിൽ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ മാറി ഇനി ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും. മനസ്സിലായോ? ആ റിതപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാവത്തില്ല. റിതപ്പന് വേണ്ടിയിട്ടായിരിക്കും ദൈവം ഈ രോഗം വരുത്തിയത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് അമ്മനെ കണ്ടു വളരാനോ അമ്മയുടെ സ്നേഹം നുകരാനോ അതിനൊരു ഇത് കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് ഈ സബ്സ്ക്രിപ്ഷനും ഈ സംഭവങ്ങൾ ചെയ്യാനല്ലേ ഇതായിരുള്ളൂ. ഓക്കെ, ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ. ആ കുട്ടിയുടെ ഒരു പറയാനും പറ്റാത്ത, അല്ലെങ്കിൽ അവരൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന എന്റെ അമ്മ എന്തിനാണോ ഇതൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യുന്നതെന്ന് ഓക്കെ കിച്ചുവിന് മനസ്സിലാക്കിയിരിക്കും. കിച്ചു വിചാരിക്കും ഓക്കെ ജീവിക്കാൻ.
ആ കുഞ്ഞിന് മനസ്സിലാകാനോട് പറ്റാതെ ദൈവം അതിന്റെ ഒരു സൈലന്റ് പ്രെയർ കേട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോ രേണുസുതി ഇനി ഇതൊക്കെ കാണിച്ച് ഇതൊക്കെ നിയമം ഇത് സപ്പോർട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞേ നിങ്ങള്? അപ്പൊ എന്താ ക്യാൻസർ പേഷ്യന്റ് ആവുമ്പോ മുല കാണിക്കാൻ പാടില്ലേ ഇനി, അല്ലെങ്കിൽ വട കാണിക്കാൻ പാടില്ലേ ഇനി? നിങ്ങൾ കാണിക്കോ? നിങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചല്ലേ വീഡിയോ ചെയ്തിരിക്കുന്നേ? സത്യമായിട്ട് ഞങ്ങൾ സാധാരണക്കാര്, ഞങ്ങൾ ഈ പറയുന്ന വീട്ടമ്മമാര് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഞങ്ങൾ ചെറിയ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്, അങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ടി ഇവിടെ ഈ കാണിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്ന് വരെ ചിന്തിക്കാത്ത ആൾക്കാരൊന്നുമില്ല. മനസ്സിലായോ? ഈ തുറപ്പിച്ച് തള്ളി എന്തോരം കഷ്ടപ്പെട്ടാണ് അതിനെ. ഈ പറഞ്ഞ ബ്രസ്റ്റ് എന്ന് പറയുന്ന ഒരു നന്മയുള്ളൊരു ഇതാണ്. നമ്മളെ ഈ പൊക്കിൾ എന്ന് പറയുന്ന അതൊരു നന്മയുള്ള അവയവമാണിത്. അതിനെ പിടിച്ച് തള്ളി ആകെ ഇച്ചിരി ഉള്ളു, അതിനെ കൊണ്ടുവന്ന് തള്ളി തുറുപ്പിച്ച് ഇങ്ങനെ വെച്ച് നിങ്ങളെ വരുത്തിയ രോഗം തന്നെ അത് നീ പറയത്തുള്ളൂ. പിന്നെ പൊക്കിൾ എന്ന് പറയുന്ന പൊക്കിൾ കൊടി ഒരു ജീവൻ കൊടുക്കുന്ന ഒരു ഇതാണത്. ദൈവം തന്നിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി? നിങ്ങൾ ദൈവത്തിന്റെ കുറെ പാട്ടുകളൊക്കെ പാടുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മതപരമായി സംസാരിച്ചത്. ദൈവിക പാട്ടുകൾ പാടിയാ പോരാ, എനിക്ക് ഈ അവയവങ്ങളൊക്കെ എന്തിനു തന്നെന്നുള്ള ബോധം കൂടി വേണം. പ്രദർശന വസ്തുക്കളാക്കുന്നത് അവരവരുടെ ഫീൽഡിൽ ചെയ്യുന്നവരുണ്ട്. പിന്നെ അത് കിടന്ന് ന്യായീകരിക്കാൻ നിൽക്കരുത്. ഞാൻ ആ ഫീൽഡ് തിരഞ്ഞെടുത്തു, ഒരു തെറ്റുമില്ല. സിൽക്ക് ഇപ്പൊ അവരുടെ ഷക്കീൽ അവരൊക്കെ ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് ഞാൻ അവരെയൊക്കെ റെസ്പെക്റ്റോടുകൂടി കാണുന്നതാണ്. നിങ്ങൾ ആ ഫീൽഡ് തിരഞ്ഞെടുത്തു നമ്മുടെ പബ്ലിക്കായിട്ട് പറഞ്ഞു, ഞാൻ ഇതൊക്കെ കാണിച്ചാണ് ജീവിക്കാൻ പോകുന്നത്, ഒരു തെറ്റുമില്ല. പിന്നെ കിടന്ന് മെഴുകരുത്, അത്രേ പറയാനുള്ളൂ. ഇതൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് പറഞ്ഞു മടുത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് എനിക്ക് യാതൊരു ഇതില്ല. അതിനിപ്പോ എന്ത് വന്നാലും അത് നേരിടുക തന്നെ ചെയ്യും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.